അമ്മോ, ഇത്തിരി വെള്ളം. വരുന്നു അച്ഛാ. കഴിക്കാൻ എന്തേലും ഉണ്ടോ മോളെ? ശാന്തേച്ചിയുടെ വീട്ടിലേക്ക് അരി കടം ചോദിക്കാൻ അമ്മ പോയേക്കോ അച്ഛാ. ഒന്നിനും കൊള്ളാത്താനായിട്ട് എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. അവനെ കേറ്റിവിടല്ലേ മാർക്കേടാ ആളെ കളിക്കടാ, ആളെ നോക്കടാ, പിടിക്കടാ, മാർക്കേടാ അപ്പനെ മാർക്കേടാ, അവനെ മാർക്കേടാ. ഇറങ്ങി പൊറോട്ട് ഇറങ്ങിയോടാ. മാർക്കേടാ കേറ്റിവിടാടാ. 11, 13, 16, 18, 20, 22, 220 കേട്ടോ. ജോസേട്ടാ, ഈ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചേക്കണേ. പഴയ പറ്റൂടെ ഒന്ന് കൂട്ടി വെച്ചേ. ആയിക്കോട്ടെ. ഇങ്ങോട്ട് വന്ന അപ്പു വീണടാ. ഓടി കാണാം അപ്പുവേ. ചെന്നിച്ചിരി വെള്ളം എടുത്തോണ്ട് വാടാ. അപ്പു മോനെ, എടാ നിനക്ക് എന്നാ പറ്റി? അപ്പു എണീക്കടാ. അച്ചു വേഗം വാടാ, ഓടി വാടാ. മോനെടാ അപ്പു മോനെ, മോനെടാ അപ്പു. ചേട്ടാ, അവരൊന്നും കഴിച്ചിട്ടില്ലെന്നാ തോന്നുന്നേ. അപ്പു മോനെ, എന്നടാ പറ്റിയേ? അരി കിട്ടിയില്ലേ അമ്മേ? നേരത്തെ കടം മേടിച്ച അരിയൊക്കെ കൊടുക്കാൻ. അങ്ങനെ പറയുമ്പോൾ ഞാൻ എങ്ങനെ വീണ്ടും ചോദിക്കാനാ? ആകെ നാണക്കേടായി. ഇതാ വഴിക്കൂന്ന് കിട്ടിയതാ. ഒന്ന് അപ്പൂനും കൊടുത്തേക്ക്. എല്ലാരെയും പോലെ എന്നാ അമ്മേ നല്ല ഭക്ഷണവും വസ്ത്രവും വീടും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ നമുക്കും ജീവിക്കാൻ പറ്റുന്നേ? ഇതെല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ടല്ലോ. നമുക്കും ഒരു നല്ല കാലം വരും. നിങ്ങൾ രണ്ടാളും നന്നായിട്ട് പഠിക്കുക, എല്ലാം ശരിയാവും. ആ കണ്ണനോ? എന്താ ഇതുവഴിയൊക്കെ? കേറി വാ.
കസേരയൊന്നും വേണ്ട ചേച്ചി, ഞങ്ങൾ ഇരിക്കുന്നില്ല. ഇത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് കളിക്കുമ്പോൾ മൈതാനത്ത് തലകറങ്ങി വീണുന്നു. ആണോടാ? കാര്യം തിരക്കിയപ്പോഴാ അവൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഈ നാട്ടുകാരല്ലേ. നിങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും വീടാണ്. അപ്പു അമ്മു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരങ്ങളും. ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ പോരെ. ചേട്ടന്റെ കാര്യത്തിന് തന്നെ ഈ ആൾക്കാരെ ഞാൻ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പിന്നെ നിങ്ങളെ കൂടി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ. കേട്ടോ രവിയേട്ടാ, ഞങ്ങളാരും അന്യരല്ല. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയണം. എന്നാൽ പിന്നെ ഞങ്ങളവിടെ ഇറങ്ങിയേക്കുക. ഇവരാണോ അമ്മേ അമ്മ പറഞ്ഞ ദൈവങ്ങൾ? സഖാവെന്ന് പറഞ്ഞാൽ സുഹൃത്തെന്നാണ് അർത്ഥം. നല്ല സുഹൃത്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വഴികാട്ടിയും പ്രതിഫലേച്ഛയില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവനുമായിരിക്കണം. ഞാനൊരു ആവശ്യം അറിയിച്ചപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. ആ കുടുംബത്തിന് വേണ്ടി ഇനി നമുക്കേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. സമൂഹത്തിൽ ഇതുപോലെയുള്ള കുടുംബങ്ങൾ ഏറെയുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഒന്നിക്കാം. ഈ നാടിനു വേണ്ടി നല്ല സഖാക്കളാകും. ലാൽ സലാം സഖാക്കളെ. ചേച്ചി ഒന്നും പറയാത്തോണ്ട്. അതൊക്കെ എപ്പോഴും പറയാറുള്ളതാ. ഞാനെന്നാ പൊക്കോട്ടെ. ശരിയെന്നാ. ഇന്ന് എന്തോ കോളപ്പിച്ചിട്ടാണല്ലോ വരവ്. സഖാവ് വാ പറയാം. എന്താ പുതിയ കോള്? ഒക്കെ പറയാന്നേ. സഖാവിനുള്ള ഇന്നത്തെ അത്താഴം. ലാൽ സലാം സഖാവേ. പാർട്ടി എന്ന് പറഞ്ഞാൽ സഖാവ് മാധവേട്ടനാണെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിന്. ആ ചരിത്രം തൊട്ട് തൻ്റെ ജീവിതവും ജീവനും സ്വത്തും ഭാര്യയും, എന്തിനേറെ പറയുന്നു ഇത്തിരി പോന്ന മകൻ കണ്ണനെയുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായി തീരെഴുതിയ, പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു മരിച്ച സഖാവ് മാധവൻ്റെ മകൻ സഖാവ് കണ്ണന് ഇങ്ങനെയൊക്കെയായി തീരാനേ പറ്റൂ. അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ ചോരയുടെ, ആ കൊടിയുടെ, ആ നിറത്തിൻ്റെ കറ പറ്റിയാൽ അതങ്ങനെയാണ്, മായ്ച്ചാൽ മായില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പാരമ്പര്യം. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആദർശത്തിൻ്റെ കറ തീർന്ന പാരമ്പര്യം, ഒരു സഖാവിൻ്റെ പാരമ്പര്യം. സഖാവ് കണ്ണന് ഒരു 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ.